സലാത്താണ്. അതൊക്കെ ഒഴിവാക്കി റസൂൽ പഠിപ്പിച്ച സലാത്താണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. പലപ്പോഴും ആവേശം കൊണ്ട് നമ്മുടെ സമൂഹം ചൊല്ലിപ്പോരുന്ന സലാത്തുകളൊക്കെ നമുക്കറിയാം. നാരിയത്ത് സലാത്ത് അറിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പഴയ സഹോദരിമാരൊക്കെ ഉണ്ടാവും ചിലപ്പോ. നാരിയത്ത് സലാത്ത് അറിയുന്ന ആരുമില്ല? മോശമാണ്. എന്റെ ഗ്രൂപ്പിൽ ഒരു 8-10 ആളെന്നെങ്കിലും അത് അറിയണോലുണ്ടാവും. എന്തല്ലേ ചൊല്ലിയിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وبوجهه الكريم. നല്ല പ്രാസാണ്, കേട്ടാ നല്ല ആനന്ദം ഉണ്ടാകും. പക്ഷെ എന്താ സംഭവം അറിയാം? അത് മൊറോക്കോക്കാരനായ ഒരാൾ എഴുതിയുണ്ടാക്കിയതാണ്. പിൻകാലത്ത് റസൂലുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് ചോദിച്ചോ എന്ന് പറഞ്ഞെടുത്ത് റസൂലുള്ളാനെ അള്ളാന്റെ സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ. എല്ലാ പൂർണ്ണമായ സുരക്ഷിതത്വവും നന്മയും അള്ളാഹുവിന്റെ പ്രവാചകന് നീ ചെയ്യണേ. മുസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്. എങ്ങനത്തെ പ്രവാചകനാണ്? എന്റെ തെറ്റുകളൊക്കെ കഴിക്കുന്ന, എന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എന്റെ പ്രയാസം നീക്കുന്ന പ്രവാചകൻ. അവിടെ പോയി എല്ലാം എന്റെ ബുദ്ധിമുട്ടുകള് കുറവുകള് എല്ലാം തുറവടിയാക്കുന്നവൻ. എന്റെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് പൂർത്തീകരിച്ചു തരുന്ന പ്രവാചകൻ. മേഘങ്ങളിൽ നിന്നും മഴ വർഷിക്കുന്നത്, സുന്ദരമായി നദികൾ ഒഴുകുന്നത്, എന്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണമൊക്കെ ആ സുന്ദരമായ വജിഹിന്റെ പ്രതാപം കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്ന അല്ലാഹുവിന് കൊടുക്കേണ്ട സിഫത്തുകളൊക്കെ പ്രവാചകന്റെ മേലിൽ കെട്ടിവെക്കുന്ന സ്വലാത്തുകളായതുകൊണ്ട് ഒരു പുണ്യം പോലും എനിക്ക് കിട്ടൂല എന്ന് മാത്രമല്ല, അത് വലിയ അപകടകരമാണ്. കേൾക്കുമ്പോ നല്ല ശബ്ദം, നല്ല പ്രാസം, നല്ല ഒത്ത പാരായണമൊക്കെ ഉണ്ടാവും. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി തല്ലത ഹിലതി അദ്രിക്നി മുറാദി. എന്തൊരു ഭക്തി സാന്ദ്രത! നബിയേ ഖുദ് ബിയദി, എന്റെ കയ്യൊന്ന് പിടിക്കണേ. തല്ലത ഹിലതി, എന്റെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ. അദ്രിക്നി മുറാദി, എന്റെ ഉദ്ദേശം ചൊല്ലിയിട്ടില്ല, ചെല്ലിപ്പോന്ന അവിടെ. എന്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ പ്രവാചകരെ എന്ന് പറഞ്ഞ് നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്. ഇവിടെയാണ് നമ്മളും അവരുമായിട്ടുള്ള വ്യതിരിക്തത മനസ്സിലാക്കേണ്ടത്. അല്ലാന്റെ റസൂൽ പഠിപ്പിച്ച സ്വലാത്ത് അവിടെ ഉണ്ടായിരിക്കെ, പിൻകാലത്ത് വന്ന റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ കടന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. നമ്മളതിനെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ അവര് എഴുതിയുണ്ടാക്കിയ ഓരോ പദങ്ങൾ, വലത്തുനിന്ന് അടുത്തോട്ട് എഴുതിയ പദങ്ങൾ ചൊല്ലുമ്പോ നമ്മുടെ ഈമാൻ തകർന്നു പോകുന്നു, തൗഹീദ് നഷ്ടപ്പെട്ടു പോകുന്നു. സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ദിക്റുകളിലും ദുആയിലും വന്നു ചേരുന്നു. ഒന്നിനും പുണ്യം കിട്ടാതെ നഷ്ടപ്പെടുന്നു. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. പരിശുദ്ധ ഖുർആന്റെ കൃത്യമായ അധ്യാപനമാണ്. ومن يشاقق الرسول, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ നിർദ്ദേശത്തിന് എതിര് പ്രവർത്തിച്ചാൽ, من بعد ما تبين له الهدى, വ്യക്തമായ സന്ദേശം, ഹിദായത്തിന്റെ മാർഗം വ്യക്തമാക്കി തന്നതിന്റെ ശേഷം, പ്രവാചകന്റെയും സഹാബികളുടെയും താബികളുടെയുമായ മുഅ്മിനുകളുടെ പാത വെടിഞ്ഞുകൊണ്ട് മറ്റൊന്ന് സ്വീകരിച്ചാൽ, അവൻ തിരിഞ്ഞേടത്തേക്ക് ഞാൻ അവനെ തിരിച്ചുവിടും. അവൻ എത്തിപ്പെടാനുള്ളത് നരകമാണ്. ആ ചെല്ലാനുള്ള സ്ഥലം എത്ര ഗൗരവമുള്ളതാണ്. ആരോടാ പറഞ്ഞത്? ബിദ്അത്തുകളുടെ നിലക്ക്, നന്മയല്ലേ എന്നുള്ള നിലക്ക് ഒരുപാട് ദിക്റുകളും ദുആകളും ഇല്ലാത്തത് ചെല്ലുന്ന ആളുകൾക്കാണ് വലിയ താക്കീത് കൊടുത്തത് പരിശുദ്ധ ഖുർആൻ.
അത് നിങ്ങൾ മുറുകെ പിടിച്ചോ. ആ റസൂലുള്ള വിരോധിച്ചതൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കോ. ആയിഷ റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു, അതെന്റെ കരളിന്റെ കഷ്ണമാണ്. ആ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ഫാത്തിമത്തു ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, അൻതി നഫ്സതി മിനൻ നാർ, നരകത്തിൽ നിന്റെ തടി നീ കാക്കണട്ടോ. വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് നിന്റെ തടി നീ നരകത്തിൽ നിന്ന് കാക്കണമെന്ന് സ്വന്തം മകളോട് പ്രഖ്യാപിച്ച ഒരു പ്രവാചകന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലെങ്കിൽ അതിന്റെ ദഅവത്ത് നടത്തിയ കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്ത ഒരു ദിക്റോ, ഇഷ്ടപ്പെടാത്ത ഒരു നിസ്കാരമോ, ഇഷ്ടപ്പെടാത്ത ഒരു ശബ്ദമോ എന്തെങ്കിലും ഒന്ന് നിർവഹിക്കാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. ഖുർആൻ അതിലൊക്കെ എതിരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്, വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ, അതാ എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ, കാന മഈ ഫിൽ ജന്ന, എന്റെ കൂടെ അവൻ സ്വർഗ്ഗത്തിൽ ഉണ്ടാകും. അല്ലാതെ ആ റസൂൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഈ പോലത്തെ സ്വലാത്തൊക്കെ ചെല്ലാഞ്ഞാല് ഇതൊക്കെ പാടെ 1999 ഏടുകളിലുള്ളതാണ്. ഇതൊക്കെ ചൊല്ലിട്ട് വേണം സ്വർഗത്തേക്ക് പോകാൻ തീരുമാനിക്കുന്ന ഒരുത്തനെ കുറിച്ച് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവർ വഖദ് ഖാന റസൂലുള്ളാഹി ഫിർ റിസാല, അല്ലാഹുവിന്റെ പ്രവാചകൻ റിസാലത്ത് എത്തിച്ചു തരുന്നതിൽ, തൗഹീദ് എത്തിച്ചു തരുന്നതിൽ, അല്ലാഹുവിൽ നിന്നുള്ള ദീൻ എത്തിച്ചു തരുന്നതിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് സമാനമാണ്. ഇങ്ങനെ ഒരു നാരിയത്ത് സ്വലാത്ത് ഉണ്ടായിട്ട്, ഇങ്ങനെ ഒരു കുത്തുബിയത്ത് ഉണ്ടായിട്ട്, ഇങ്ങനെ ഒരു കൻസുല്ലാർസ് ഉണ്ടായിട്ട്, ആളമുസലാത്ത് ഉണ്ടായിട്ട്, ഇതൊന്നും കാണിച്ചു തരാതെ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിൽ നിന്ന് മറപ്പെട്ടു പോയി എന്ന് വാദി